ചേച്ചി ഞാൻ അമ്മ അടുത്ത് പോയി നിന്നില്ലേ ഇപ്പോഴും അമ്മയ്ക്ക് കാലിലൊപ്പൂറ്റിക്ക് നല്ല നീരുണ്ട് നല്ല വേദനയുണ്ട്. ഞാൻ വിളിച്ചപ്പോ എന്തുണ്ടമ്മ വിശേഷം വല്ല വയ്യായിക്കണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേ ഒന്നുമില്ല, നല്ല ആരോഗ്യത്തിരിക്കണം. ഒന്നുമില്ല, നല്ല ബെസ്റ്റ് ആള്, ഭയങ്കര അഭിമാനിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പറയൊന്നുമില്ല. ഇത് ദുരഭിമാനം അഭിമാനത്തിന്റെ ഒന്നും പ്രശ്നമല്ല. നമ്മളടുത്ത് എന്തെങ്കിലും വയ്യായികണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് പണിയൊന്നും എടുക്കാതെ അടങ്ങിയിരിക്കാനൊക്കെ പറയുമല്ലോ. പറയല്ലോ, അതാണ് പ്രശ്നം. ഈ പഴയ ആൾക്കാരുടെ അടുത്ത് അടങ്ങി ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെന്തോ പീഡിപ്പിക്കും പോലെയാണ് ഓരോ വിചാരം. പാതിലാവിലും ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം എന്തിനേ വല്ല ബാധയും കൂടിയാ എന്തൊന്നും കാണിക്കണത്? എന്റെ ചേട്ടന്റെ ഡ്രസ് ഇട്ടോണ്ട് വന്നേക്കണ്. ചേട്ടന്റെ പേരൊന്നും ചോദിച്ചിട്ടില്ല ഇതിനകത്ത്. ചേട്ടനെ കാര്യം ചേട്ടൻ എനിക്കല്ലേ? അല്ല, നല്ല കൂതറായിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു ചാക്ക് എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് സമ്പാദിക്കാം. ഇറക്കാൻ പോയാൽ മതി. പക്ഷെ അങ്ങനെ പറയല്ലേ, ഞാൻ നോക്കിയപ്പോ കൊള്ളായിരുന്നല്ലോ. നിന്റെ പ്രശ്നം എന്താ? ഇൻഷർട്ട് ചെയ്താ കൊള്ളാം. ഇതെന്തോന്നാണ് ഇന്ന് നിനക്ക്? രസു കൊള്ളാം സമ്മേരി നന്നായിരിക്കുന്നു. നമുക്ക് അപ്പോ ഞങ്ങളെ കാണിക്കാം. ഞാനില്ല നശിപ്പിച്ചതിനെ ചെരുപ്പെടുത്തിൽ കണ്ടാ ശരിയാക്കിയത്? അതും കൂടെ ശരിയാക്കും. എന്റെ പാക്കിങ് അവിടെ കാണൂടെ, നോക്കരുത്, കാണും. വലിയ മേശയിൽ തുടപ്പ് നമ്മള് പണിക്കാർ പണിയെടുക്കണം അല്ലേ? വല്ലപ്പോഴും കൂടിയല്ലേ നീ ഇതിനകത്ത് കാരണം. ഞാൻ ചെയ്തു തരണോ? ചെയ്യടാ. ഓ എന്റെ അപ്പോ അല്ലിമലക്കൊടിയങ്കതമേ മുത്താരം മുത്താര സന്തനമേ മുല്ല മലക്കൊടി മുത്താരമേ എങ്ങോര് എങ്ങോര് മുത്താരമേ മലകമയ മാമത്തെ മലമയ മാ തലകിത് വൈമാ നനികൾ മണിമാ തലയി മഴങ്കി നീ ആഴ്ച എന്റെ ഉൾപ്പെടുത്തിട്ടത് അതാ ശരി കിടക്കണുണ്ടപ്പോ എനിക്ക് എടുത്തിടാത്ത ആ ശരി കിടക്കണം. നീ എടുത്തു എടുത്തിട്ടോ? നീ ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. ജസ്റ്റ് മിസ്. 100 തവണ പറഞ്ഞിട്ട് എന്റെ സാധനം എടുക്കല് എനിക്ക് വേദനിച്ച്. നിന്റെ അച്ഛനടുത്ത് ഇടാത്തത് എനിക്ക് തോന്നില്ല അങ്ങനെ എടുത്തത്. സമാധാനമല്ല അവന്റെ ഇടല്ലേ മോളില്ലേ അത്രയ്ക്ക് അങ്ങോട്ട് പിച്ചാണ്. എനിക്ക് നല്ല വേദനിച്ച്. നല്ല വേദനിക്കാൻ തന്നെ നുള്ളിയത്. പിന്നെ ചേട്ടാ കാണിച്ചത്? പിന്നെ അവള് കാണിച്ചത് കുഴപ്പമൊന്നുമില്ല. ചേട്ടൊരു ബോധമില്ല ചേട്ടാ. തമാശയുടെ മനസ്സിലാക്കി അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ? മോശമാണ് കേട്ടാ ഇത്രയ്ക്ക് ഓവറായിട്ട് ദേഷ്യം കാണിക്കുന്നത്. ഇതേപോലെ നിന്റെ നോക്കിയാ നീ വിടോടാ. ഇതുപോലെ നിങ്ങളെ ഉടുപ്പിട്ടാ നിങ്ങൾ വിടുവോ? ഒരു ഉടുപ്പല്ലേ? ഒരു ഉടുപ്പെടുത്തിട്ടാണ് ഇത്ര ഇതാ. അല്ലല്ലോ അങ്കൾ എപ്പോഴും ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അടിക്കാൻ വരും. അടിക്കാൻ വരും. അപ്പൊ എന്റെ ഉടുപ്പെടുത്തിട്ട് എന്ത് പിന്നെ? ചേട്ടാ ഇനി മേലായി പെണ്ണോടെ കളിക്കാൻ പറ്റില്ല. ചേട്ടന് തോന്നുമ്പോ അങ്ങ് സീരിയസ് ആവും, ചേട്ടന് തോന്നുമ്പോ അങ്ങ് തമാശ. എല്ലാം കൂടെ ഒന്ന് ചിരിച്ചാൻ കളിക്കണം. ഒരു ഉടുപ്പിട്ടാണ് നീ ഇത്ര കാണിച്ചത്. വെച്ചിട്ടുണ്ട് ഞാൻ നിനക്ക്. അവളെ തല പറഞ്ഞു പോയാ? അവളെ കാല് കണ്ട നോക്ക്. കാലുണ്ട്. വേണ്ട. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. അടിച്ചാ പഠിച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണു നിന്നാക്കിട്ടിയ ചേട്ടത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. സമാധാനമായില്ല. തരത്തിൽ പോയി കളിക്കണം പറഞ്ഞ ഇതാണ്. പോയി ചൊറിയ നിന്നല്ലേ വെച്ചടിച്ച് കയറി തന്നെ. ഈ ചേച്ചി ഇവിടെ വഴക്ക് പറഞ്ഞ എന്തിന്?
പിന്നെ അവള് പോയി ചൊറിയാൻ പോയിട്ടില്ല അവൻ ദേഷ്യം വന്നേ. അവൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇന്ന് ചേട്ടനാണോ ഓവറാക്കി? എപ്പോഴും ഇനി അങ്ങനെ കാലാണ് കാലൻ. ഇത് ഇത്തിരി കടുത്തുപോയി. മുറിഞ്ഞ മുറിഞ്ഞില്ല, ചതഞ്ഞ്. അതെ, പോട്ടെ പോട്ടെ, കുറച്ച് എണ്ണ എടുത്തിട്ടാ പോ. എന്നാലും അഹങ്കാരം കാണിച്ച് മതിയല്ല കളി തമാശ. അശോകൻ 75 വയസ്സ്. ചർമ്മ ഓളം വായിച്ചോണ്ടിരിക്കുന്നു. പാടാൻ തരും. ശംസുദീൻ 72 വയസ്സ്. ശിവശങ്കരപിള്ള 49 വയസ്സ്. ഓ, വാസന്തി ഇത് ഇവിടെ കണ്ട് ഇല്ല, ഇത് എന്റെ കൂടെ പഠിച്ചതുപോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇടയ്ക്കെല്ലാം വിളിച്ചിരുന്ന അങ്ങോട്ട് വല്ലതും വിളിച്ചിരുന്ന അത് ആത്മഹത്യയാണ്, അകത്താവും. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ചുമ്മാ തന്നെ തന്നെ മാമ എന്തിനിങ്ങനെ രാവിലെ തന്നെ ചർമ്മക്കോളം വായിച്ചോണ്ടിരിക്കുന്നു? ചരമകളെ മാറ്റത് വേറൊന്നുമല്ല, എന്റെ കൂടെ പഠിച്ചവരാരെങ്കിലും ഇതിൽ ഉണ്ടോ നോക്കേന്. അവരൊക്കെ 5 വർഷം മുമ്പേ പോയി. ഇത്തിരി ഭാഗ്യം ചെയ്ത ആൾക്കാർ. പോ ചേട്ടാ, വേറെ വല്ല എടുത്ത് വെച്ച് വായിക്കും മാമ. ചുമ്മാ മധുരം കുറച്ച് വെച്ചിരിക്കണത്. അയ്യോ, ഞാൻ മാമൻ എടുത്തപ്പോഴത്തേക്ക് ഇത് ഇടാൻ മറന്നു. എന്താ ഇട്ടുകൊണ്ട് വരാം. ബെറ്റർ. ഒരു നേരം മധുരം കുടിച്ചു. എന്തോന്നു? ഒരു നേരം മധുരം കുടിച്ചില്ലെന്ന് എനിക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ വേണ്ട, അല്ല വേണ്ട. ചേട്ടാ സൂപ്പർ സാധനം. ഒരു കാര്യം പറയാം, വാ അങ്ങോട്ട്. ഇത് തിരിഞ്ഞില്ലേ ഏ? എന്താണ് മൂലം കയറി നിക്കറിക്കൊണ്ട് നടക്കുന്നത്? മൂലം കയറി നിൽക്കണം. ഇവിടെ പൊമ്പിളരെ കൊള്ളാടാ. എന്താ ചിരിക്കണം എല്ലാരും? ഞാൻ കാണിച്ചു തരാം. എന്തുവാടി? ഞാൻ കാര്യം കാണിച്ചു. ഇല്ല ഇല്ല, എന്തുവാ തിരിയടാ? ചുമ്മാ അയ്യോ. ചേട്ടൻ നടന്നല്ലോ, നിരങ്ങിയോ? മക്കളെ, ഇവനെ കൊച്ചിനെ മൂലം കയറി നിക്കറിക്കൊണ്ട് നടക്കും. വലുതായിട്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും തന്നെ അവസ്ഥ. നിങ്ങൾ തിരിഞ്ഞില്ല. മതി മതി, കൊറേ തിരി. വണ്ടി റിവേഴ്സിൽ കയറി നോക്കി. ഇത്രയും ചിരിക്കുന്ന എന്തിനാണോ രാവിലെ? എനിക്കും പറ്റില്ല. ഇതോ മാമാ, മക്കളെ ഇത് അത്രയും കരിയല്ല. അതൊന്നും ഇപ്പൊ ക്ലീൻ ചെയ്യാറില്ല. പണ്ട് ആ ബംഗാളി ചെക്ക ഉണ്ടായിരുന്ന കാലത്താണെങ്കിലേ ഇതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പൊ ചെടിക്കൊക്കെ നല്ല പുഷ്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആർക്ക് നോക്കാനും സമയമില്ല. ചെടിയൊക്കെ കോലത്തിൽ പോയി. ഞാൻ ആലോചിക്കായിരുന്നേ, ഈ ചെടിയൊക്കെ അങ്ങ് മാറ്റിയിട്ട് പുതിയ സെറ്റ് ഓഫ് ചെടികൾ കൊണ്ടുവയ്ക്കണം. ഇതൊക്കെ കണ്ട് മടുത്ത് പുതിയത് വേണം. ആ ശ്രീജയുടെ വീട്ടിൽ പോയപ്പോ നല്ലൊരു ചെടി കണ്ട ഓർമ്മയുണ്ടാ? ചെറിയൊരു മഞ്ഞ മഞ്ഞ. അതിന്റെ ഒരു കമ്പ് എടുക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല. മക്കളെ, ചെടിക്കൊക്കെ ഉണ്ടല്ലേ ഭയങ്കര വില. എന്തുവാടി എന്താടി തിരിച്ചോണ്ട് വരണേ? ഈ രാമങ്ങളുടെ കാര്യമായി അങ്ങനൊക്കെ വന്നു തീരെ സെൻസില്ല. വെറുതെ അല്ല കേട്ടോ, അവൻ നിനക്ക് എടുത്തിട്ട് കൊട്ടണം ഇടയ്ക്കിടയ്ക്ക്. ആ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നല്ലോ അടി കിട്ടും. അതെ, എനിക്ക് തരണേക്കെ ഞാൻ പലിശ സഹിതം തിരിച്ചു കൊടുക്കുന്നുണ്ട്. അയ്യോ, വിചാരം എന്തോന്ന്? നിനക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കിട്ടിയില്ലെങ്കിൽ ശരിയാവൂല അല്ലേ മക്കളെ? മണി, പിങ്കി, എന്താ ഒന്ന് ഓടി വാ. ചിന്നു വിളിക്കണം. അപ്പച്ചി വിളിക്കണ? ഓ, അത് നല്ലത്. കാല് കീറിയത്. ആര് കീറിയത്? ഇങ്ങോട്ട് ചേട്ടൻ പോയി തുണി കൊടുക്കുക ചേട്ടാ, ചുമ്മാ തോർത്ത് കിടക്കാതെ. ഉള്ളതല്ല വെട്ടിയാണ് കളഞ്ഞിട്ട് ഇപ്പം ഞാൻ തോർത്തോട് നടക്കണം. ഞാനാ വെട്ടിയത്. ഇതിനെ വിളിച്ചേ. ഇത് നോക്കി ചേച്ചി. നോക്കി വെച്ചേ, കാണിച്ചു തരാം ഞാൻ. ഇത് നോക്കാട നീ കണ്ട? നോക്ക് നോക്ക്.
നോക്ക് ഇത് നോക്ക് കണ്ട. അത് എല്ലാ നിക്കറുടെ ഒരേ സ്ഥാനത്ത് കീറിയിരിക്കുന്നത്. കറക്റ്റ് മൂലസ്ഥാനം എന്ന് പറയുന്നതാണ്. എവിടെ കൊണ്ട് കീറിയേ? ഇത് കിട്ടുകൊണ്ട് എന്തുവായിരുന്നു? ഇതെങ്ങനെ സംഭവിച്ചടാ? ചേട്ടാ എനിക്ക് തോന്നുന്നു ചേട്ടാ ഓരോ പ്രാവശ്യം നിക്കറിടുമ്പോ ചേട്ടൻ വീഴണുണ്ട് താഴെ, അപ്പൊ കൊണ്ട് കീറണയാണ്. വീഴക്കൊക്കെ എനിക്ക് മനസ്സിലായി. ഇതാര് കീറിയെന്ന് എനിക്കറിയണ്ട, പക്ഷെ ഞാൻ കണ്ടുപിടിക്കും. കത്തിണ്ട്. ആ ഇങ്ങനെയൊക്കെ തന്നെ കീറണത് കണ്ട. എവിടെയെങ്കിലും കൊണ്ടിട്ടാണ് മാറ് മാറ്. കണ്ട ഇപ്പൊ തന്നെ കണ്ടോ എന്റെ കാല്. ആർക്കും അറിഞ്ഞോളല്ലോ അല്ലേ? നമുക്കെങ്ങനെ അറിയാടാ നിന്റെ ഇത് കയറിയത്? നമുക്കങ്ങനെ ആർക്കും അറിഞ്ഞൂടാ. ഇത് പുതിയ നിക്കർ വാങ്ങിക്കാനുള്ള അടവ് കേട്ടോ. എത്ര എണ്ണം നശിപ്പിച്ചു വെച്ചേക്കണം നോക്ക്. സത്യം. ഇത് നോക്കണം, ഞാൻ ചെയ്തതല്ല. പിന്നെ ഒരുമാതിരി കള്ളന്മാരെ നോക്കണാണ്. എനിക്കറിയൂടെ, എനിക്ക് തന്നെ പണി. അല്ല വേണ്ട, ഇവിടെ ഇത് നോക്കിക്കൊണ്ടിരിക്കണോട്ടോ അങ്ങോട്ട്. വിളഞ്ഞതൊക്കെ മുകളിലോട്ടാണ് നിക്കണത്. മോള് കയറണോ? ഓ പറ്റെങ്കിൽ കയറ്, വലിഞ്ഞു കയറ്, അതാണല്ലോ ഇഷ്ടം. അല്ല വേണ്ട, കിട്ടണില്ല. അയില്ലേ മാമ കുറച്ച്? മതിയായിരിക്കും. ഓ മതി മതി മാമ. മതിയാ? ഓ അത്ര മീനല്ലേ ഉള്ളൂ. ധാരാളം. ആ ഇതങ്ങോട്ട് ചതച്ച് ഉപ്പും ചേർത്ത് പിടിപ്പിച്ച് ഒരു പൊഴിക്കലുണ്ട് മക്കളെ. ചേട്ടത്തി അറിയാമോ, എന്റെ 5 നിക്കറാണ് കീറിയത്. കീറിയവൻ ഏതവനാണെങ്കിലും ഞാൻ അങ്ങനെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. എന്തൊരു ഒന്നും അറിഞ്ഞൂടല്ലേ ഡാഡി? നീ എന്താ എന്നെ നോക്കി ചെറങ്ങണത്? ഡാഡി ഡാഡി എന്ന് വിളിച്ചപ്പോഴേ തീരെ ഡാഡി ഗിരിജ ആവല്ലേ. ചേട്ടത്തി ഒന്നും അറിഞ്ഞൂടാ കേട്ടാ. യേശു ക്രിസ്തുവിന്റെ അവസ്ഥയാണ് ചേട്ടത്തീരെ. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആരാണ് നിക്കറ് കീറിയെന്ന് ചോടനെ ചെന്ന് പറഞ്ഞേക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഈ വീട്ടിൽ എനിക്ക് നിന്നെ മാത്രമേ സംശയമുള്ളൂ. എന്നെയാ? ഞാൻ അമ്മാതിരി പരിപാടി ഒന്നും കാണിക്കില്ല. അയ്യേ, അമ്മാരി പരിപാടി ആയതുകൊണ്ടാണ് നിന്നെ സംശയം വന്നത്. കൊള്ളാമോ? പെറ്റ തള്ളക്ക് പോലും എന്റെ വിശ്വാസമില്ല, പിന്നെ നാട്ടുകാർ വിശ്വസിക്കും. എന്റെ കയ്യിരിപ്പതല്ലേ? അതാണ്. എനിക്ക് അങ്ങനെ തന്നെ വരണം. ഇനി വെട്ടാൻ വരട്ട്. ഒരു പരിപാടിയുണ്ട്, അങ്ങോട്ട് കയറി അവിടെ ഇരിക്കും. ഇനി അറിയല്ല ആരാണ് പെട്ടെന്ന് ഇവിടെ കാണും. ഏയ് ഇത് രാമന്റെ നിക്കറല്ലേ? ഇത് മുറിച്ചിട്ടതാണോ? ഇല്ലല്ലോ, കുഴപ്പമില്ല. ചേട്ടത്തി ആവാൻ ചാൻസ് ഇല്ല. എനിക്ക് ആ ഉണ്ട പിങ്കിയാണ് സംശയം. ചേട്ടനെ കണ്ടായിരുന്നു? മോളോട്ടോടെ കയറി പോണുണ്ട്. ഇത് ഇവിടെ പറക്കി പറക്കി ഇരിക്കണമെന്നുള്ളൂ. ഞാൻ ഏൽപ്പിച്ച് പോയ ജോലി ചെയ്യത്തൂല്ല രണ്ടെണ്ണവും കൂടി. ഞാൻ ചേട്ടനുണ്ട്, ഇവളാണ് ചെയ്യാത്തത്. അയ്യ, അതെ ഞാൻ ചെന്നപ്പോ രാമന്റെ 2 ഷോർട്സ് അവിടെ നനച്ചിട്ടേക്കുന്നത്. അതിന് ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ അതാരായിരിക്കും ചെയ്തത്? നിങ്ങൾ ആരെങ്കിലും ആണോ? സത്യം പറ. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ പോയി സോറി പറയണം കേട്ടോ, ഇതൊന്നും ശരിയല്ല. ഞങ്ങളൊന്നുമില്ല. ഞാൻ വരെ നിക്കറ് നമുക്ക് വേറെ പണിയൊന്നും. അത് തന്നെ, മണി എന്തോന്ന് വിചാരിച്ചു. സീരിയസ് കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. നിക്കർ കീറാൻ ഇവിടെ ചെയ്യുന്നുണ്ട്.
എന്തോ ചേച്ചി എനിക്കറിഞ്ഞൂടാ, ഇവിടെ വേറെ ആരും ചെയ്യാതിരിക്കുന്നത്. അയ്യോ ഇപ്പൊ കണ്ണി തേച്ചനെ ഞാൻ. നന്നായിപ്പോയി. കോൺസെൻട്രേഷൻ പോകും. ആരെയും കാണാനില്ലല്ലോ. ഇവിടെ അത്രയും പായൽ ചൊറിയുന്നു. 2 തൊണ്ടും കൊണ്ട് കയറി നീ പായലും കൊണ്ട് വരച്ച് കളയായിരുന്നു. ഇല്ലട ഇല്ല. ഓ ഞാൻ അത് ചെയ്തൊന്നുമില്ല. ഓ എനിക്ക് വയ്യ അവരെ ക്ലാസ് ഇരിക്കാൻ, സത്യം പറയാല. വരണം ഉണ്ടപ്പക്കറ് മാത്രം തന്നെ അല്ലേ എനിക്കറിയായിരുന്നു. ഉറങ്ങാൻ പറ്റൂല. ഇങ്ങനെ ഉറങ്ങി തൂങ്ങി വീഴുമ്പോഴേക്കും താലക്കിട്ടൊരു കൊട്ടോ. എനിക്ക് എങ്ങനെ വേനച്ചെന്ന് പറയും. അടിച്ചോണ്ട് നിക്കാണ് കള്ളി. എടി ഒരു 5 മിനിറ്റ് ഞാൻ വിളിക്കാം. ഓഹോ ഇവളും ഉണ്ടോ? കാണിച്ചേ. എവിടെ ഏതാ കത്തിരിക്ക? ഇവിടെ തന്ത കിളവ താനും ഉണ്ടല്ലേ. ഓ താ ആയുധമായിട്ട് വന്നിരിക്കുകയാണല്ലേ. ആരുമില്ലല്ലോ. നോക്കിക്കോണ ആരും പറഞ്ഞ നോക്കിയാണ്. മോന്റെ നിക്കറവിട്ട തന്ത കൂട്ടും ഭാര്യയുടെ കാവലും കൊള്ളാം. നല്ല ഫാമിലി. കുറച്ചും കൂടെ ചെറുതെടുത്തു. പറ്റണല്ല മൂർച്ചയല്ല കേട്ടോ. അങ്ങോട്ട് വെട്ടി ഇങ്ങനെ എന്നെ വെട്ടണ. ചേട്ടത്തി എന്താടാ? ഇവിടുത്തെ നിക്കറ് വെട്ടി സംഘത്തിനെ ഞാൻ പിടിച്ചു. ആ ഞാൻ കാണിച്ചു തരാല്ലേ. തെളിവ് സഹിത ഇതാ കണ്ടോ. ആ നോക്കോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കഴിഞ്ഞില്ല, നോക്കോ. അടുത്തതുണ്ട്. സംഘം ചേരുന്നു. എല്ലാം ഉണ്ടല്ലോ. എന്റെ ആയുധം കൈമാറി കണ്ട. എന്തോന്നുണ്ട് ഇതൊക്കെ? ഞാൻ എന്തോന്ന് പറയണ ചേട്ടത്തി? മനപ്പൂർവ്വം ദ്രോഹിക്ക് ഇറങ്ങിക്കില്ലേ? മാമ ചിന്നു പിങ്കി എവിടെയല്ലാണോ? പിങ്കി എന്ത് പിങ്കി വാ. ആ വാ വാ വാ. എന്തമ്മ കടന്ന് കീറണേ? നീ വാ ഇങ്ങ്. എന്റെ അമ്മേ കാല്. ആര് നിക്കറ് വെട്ടിയത്? ആര് നിക്കറ് വെട്ടിയത്? ആര് വെട്ടിയത്? എന്തോന്ന് വെട്ടി? എന്തോന്ന് വെട്ടി? അയ്യോ ഒന്നും അറിഞ്ഞില്ല. 2 മരം വെട്ടി. മരം വെട്ടിയാ? അയ്യോ എന്തൊരു നിഷ്കളങ്ക ഭാവം പറഞ്ഞിട്ടില്ല. എന്തിനു വിളിച്ചത്? ഒട്ടും അറിയാത്ത ആള്. കുലപതി. കാര്യം പറ മണി. ഇനി മണി പറഞ്ഞാലേ അറിയുള്ളായിരിക്കും. എല്ലാം തെളിവ് സഹിതം എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തോന്ന്? നിക്കറ് വെട്ടല് കൂട്ടത്തോടെ ചെയ്തത്. ഒന്നും അണിഞ്ഞൂടാ. വീഡിയോ ഉണ്ടടി എന്റെ കയ്യില്. ആരൊക്കെ എന്തൊക്കെ ചെയ്തത് എല്ലാം അവിടെ ഞാൻ അഴി എണ്ണിക്കുന്നു. പിന്നെ ഒരു നിക്കറ് വെട്ടിയത്. അതെ അങ്ങനെ പോയി കിടന്നോളാം. അഹങ്കാരത്തിന് ഒരു കുറവില്ല. എന്താ കാണിച്ചു തരാടി. ഓ കാണിച്ച. നീ തച്ച് വെച്ചോ കേട്ടാ. അച്ഛനെ നീന്ന് വിളിക്കണ. അച്ഛൻ ആരടി നീന്ന് വിളിച്ച? നിന്നെ തള്ളി ഞാൻ നീന്ന് വിളിച്ച. എടി നീ തച്ച് വെച്ചോടി. അങ്ങോട്ടൊക്കെ നിനക്ക് എന്തെങ്കിലും പറയുമ്പോ അടിക്കാൻ കൈ വാങ്ങില്ലേ? അതിനുള്ളതാണ് ഞങ്ങൾ ചെയ്തത്. അതെ എല്ലാം അടി കയ്യിരിക്കും. ഇങ്ങോട്ട് ഇപ്പൊ അവള് നിക്കറിലാണ് വെട്ടിയത്. ഇനി എനിക്ക് അറിഞ്ഞൂടാ എന്താവും എന്നുള്ളത് കേട്ടാ. ആ ഒരു പേടി വേണം. അതിനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അത് തന്നെ. പല്ലടിക്കണ നോക്ക്. ഇപ്പൊ പൊടിഞ്ഞ വീഴും എല്ലാം കൂടെ. കുടുംബത്തിലെ പെണ്ണുങ്ങളെ നിക്കറ് പകരം ഞാൻ വെട്ടൂല. എനിക്ക് തന്നെയല്ലേ നാണക്കേട്. പക്ഷെ ഞാൻ കാണിച്ചു തരാം. കാണിക്കും പോയി. എന്താടാ നോക്കണം? ചേടാ കേറി പോണില്ലേ? വീഡിയോ എടുക്കാൻ പോവേരി. ഒളിഞ്ഞിരുന്ന വീഡിയോ എടുക്കലാണ് പണി. ഇതൊക്കെ എന്തോന്ന് സ്കൂളിലെ നാടകോ പിള്ളേർ തമ്മിലുള്ള? നാണം ഇല്ലല്ലോ നിങ്ങക്ക്? ഇതൊരു തമാശയല്ലേ മണി? ഇതാണ് വലിയ തമാശ. വീട്ടിലുള്ളവരെ കുടുംബത്തുള്ളവരെ തുണി കെട്ടണത്.
നല്ല തമാശ തന്നെ. ഈ പണിയുന്നത് ഒരു വലിയ അമ്മച്ചി വേറെ കണക്ക്. സത്യം. ആരെ എന്നൊക്കെ ഞാൻ ചൂട്ട് പിടിച്ച് കൂടെ നടക്കാം. അങ്കിൾ ചുമ്മാടി. സോറി. ഓ പിന്നെ സോറി നീയൊക്കെ ടീമാണ്. നീയൊക്കെ പിന്നെ നമ്മളെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഞങ്ങൾ ചെയ്ത് ഇച്ചിരി അടുത്ത് പോയി ആ, പിന്നെ. ക്ഷമിക്ക്. ഓ ഞാൻ നിന്നെ എന്ത് ചെയ്തു? നീ എല്ലാം ഇങ്ങനെ ചെയ്യാനായിട്ട് പിടി എനിക്കൊന്നും വേണം. എന്തൊരു വാങ്ങിക്കടാ. നോക്കടാ പിടി. വാങ്ങിക്കേ. കൈ നോക്കി നിന്ന്. എനിക്കൊന്നും കാണണ്ട. ഡാ നിന്റെ നിക്കറൊക്കെ അതല്ല ഏട്ടത്തി. പിന്നെ ആർക്കാണെങ്കിൽ ഒരു മാതിരി വരും. ചേട്ടാ നോക്കടാ അച്ഛൻ തമാശന് വേണ്ടി അവരെ കൂടെ ചേർന്നതല്ലേ. ഒരു കളിക്ക് നോക്കടാ നിക്കറ് നിക്കറ് മാമ വാങ്ങിച്ചോണ്ടോ നിനക്ക് വേണ്ടിട്ട്. എത്ര എണ്ണം ഉണ്ട്? 3 മക്കളാ. 3 ഉള്ളൂ. അല്ലേ ഞാൻ ഒരെണ്ണം മേടിക്കാ പറഞ്ഞു. 3 ഇരിക്കട്ടെ. അയ്യോ ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ല നിങ്ങൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഞാൻ വെറുതെ ഇരിക്കുവോ? എനിക്ക് വന്ന ദേശത്തിനാ ഞാൻ അച്ഛന്റെ 2 ജുബയും ഇവളുടെ 2 ഷർട്ടും ചിന്നുവിന്റെ ഒരു തുണിയും ചെറുതായിട്ട് അവിടെ കത്തിച്ചു. കത്തിച്ചേട്ടാ എന്റെ ഡ്രസ് ചേട്ടാ കത്തിച്ചെന്നെ ചേട്ടാ. എന്റെ ജുബേർന്ന് കത്തിച്ചാടാ. എന്റെ വല്ല എടുത്ത് വെച്ച് കത്തിച്ചാ. ചേട്ടത്തിലൊന്നും കത്തിച്ചില്ല. ഓഹോ പക്ഷെ അണ്ണന്റെ 2 പാന്റും ഒരു ഷർട്ടും ഞാൻ കത്തിച്ചു. ഇവിടെ മഹാഭാവി